ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോണത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററാണ് മൂലകങ്ങളുടെ ആവർത്തന വർഗീകരണം. മൂലകങ്ങളുടെ ആവർത്തന വർഗീകരണം. അപ്പോൾ നമ്മൾ ആറ്റത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ആറ്റം എങ്ങനെയാണ്, ആറ്റത്തിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഓരോ ഘടകങ്ങളും എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ മൂലകങ്ങളെ മുഴുവൻ എന്ത് ചെയ്യാണ്, ഒരു അറേഞ്ച്മെൻറ്റിൽ കൊണ്ടുവരികയാണ്. അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ് പീരിയോഡിക് ടേബിള്. ഇതാണ് പീരിയോഡിക് ടേബിള്. ഇതിലിങ്ങനെ കുത്തനെയുള്ള കോളങ്ങളുണ്ട്, നേരെയുള്ള നിരകളുണ്ട്. അപ്പോൾ കുത്തനെയുള്ള കോളങ്ങളെയാണ് എന്ത് പറയുക, ഗ്രൂപ്പ് എന്ന് പറയാം. കുത്തനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പ് എന്ന് പറയാം. മൊത്തം 18 ഗ്രൂപ്പ് ഉണ്ട്. 18 ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള നിരകളെയാണ്, നേരെയുള്ള നിരകളെയാണ് പീരീഡ് എന്ന് പറയാം. 7 പീരീഡ് ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ 18 കോളങ്ങൾ, അതായത് 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ലാസ്റ്റ് ഇരിക്കുന്ന 2 ആൾക്കാർ എന്താണെന്നുള്ളത്. 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ വരുന്ന മൂലകങ്ങളാണ് ഈ മുകളിലും താഴെയായിട്ട് ഇരിക്കുന്നത്. 6ാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളാണ് ആദ്യം ഇരിക്കുന്നത്. അപ്പോൾ ഇവരെ കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഈ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ 2 കള്ളികൾ ഇങ്ങനെ 2 പീരീഡുകൾ ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ പീരിയോഡിക് ടേബിളിനത് അഭംഗിയാണ്. ആ അഭംഗി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 6ാമത്തെയും 7ാമത്തെയും പ്രത്യേക പൊസിഷനിൽ വരുന്ന മൂലകങ്ങളെടുത്ത് താഴത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ എന്താണ് ചെയ്തിരിക്കുന്നത്, മൂലകങ്ങളെ അവരുടെ ചില പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, അടക്കി പെറുക്കി വൃത്തിയായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ്. 18 ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള നിരകളുണ്ട്, അതിനെ പറയുന്ന പേരാണ് എന്ത്, പീരീഡ്. 7 പീരീഡും ഉണ്ട്. ഇനി ആദ്യകാലങ്ങളിൽ തന്നെ എന്താണ്, ഈ മൂലകങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ എന്താണ്, അവരെ വർഗീകരിക്കാനുള്ള പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കൊന്ന് പറയാട്ടോ. ഡോബർനിയർ എന്താണ്, ആദ്യം എന്താണ് മൂലകങ്ങളെ ഇതുപോലെ വർഗീകരിക്കാനായിട്ട് നോക്കി. അദ്ദേഹം എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരേ സ്വഭാവം കാണിക്കുന്ന 3 മൂലകങ്ങൾ എന്താണ് ഒരു ഗ്രൂപ്പാക്കി വെച്ചു. ആ ഗ്രൂപ്പിനെയാണ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രയകങ്ങൾ എന്ന് പറയാം. ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രയകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സ്വഭാവം കാണിക്കുന്ന 3 എണ്ണത്തിന് ഒരു ഗ്രൂപ്പ്, അപ്പോൾ ഒരു ട്രയാഡ്. അങ്ങനെയാണ് ഡോബർനിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവർക്ക് ഏകദേശം ഒരേപോലത്തെ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു ഗ്രൂപ്പ്, ഒരു ട്രയാഡ്. ഇനി അടുത്തത് കാൽഷ്യം, സ്റ്റൊറാൻഡിയം, ബേരിയം, ഇവരൊരേ സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് അവരടുത്ത ട്രയാഡ്. ഇനി ഈ ട്രയാഡിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ട്രയാഡിലെ 1ാമത്തെയും 3ാമത്തെയും മൂലകത്തിൻ്റെ അറ്റോമിക മാസ് കൂട്ടി, അതായത് ആറ്റോമിക മാസിൻ്റെ ആറ്റോമിക മാസിൻ്റെ ശരാശരി ആയിരിക്കും 2ാമത്തേൻ്റെ ആറ്റോമിക മാസ്. ഒരു ട്രയാഡിലെ 1ാമത്തെയും 3ാമത്തെയും ആറ്റത്തിൻ്റെ അറ്റോമിക മാസിൻ്റെ ഏകദേശം ശരാശരി ആയിരിക്കും നടുക്കിലുള്ള, അതായത് 2ാമത്തെ മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മൂലകങ്ങളെയും അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മൂലകങ്ങളെയും ഇതുപോലെ ട്രയാഡ്സ് ആക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. പിന്നെ അടുത്ത ആളാണ് ആര്, ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് വേറൊരു രീതിയിൽ വർഗീകരിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വർഗീകരണമാണ് അഷ്ടക നിയമം എന്ന് അറിയപ്പെടുന്നത്. അഷ്ടക നിയമം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറ്റോമിക മാസിൻ്റെ ഓർഡറിൽ ആ മൂലകങ്ങൾ ഇങ്ങനെ വർഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് 8ാമത്തെ മൂലകവും 1ാമത്തെ മൂലകവും എന്താണ്, ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്.
8ാമത്തെ മൂലകവും 1ാമത്തെ മൂലകവും. കാരണം 7 മൂലകങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ എന്താണ് 8ാമത് വരുന്ന മൂലകത്തിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 1ാമത്തെ മൂലകത്തിന് ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഇതിന് കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാസ്സുള്ള അല്ലെങ്കിൽ കൂടുതൽ മാസ്സുള്ള മൂലകങ്ങളെ കിട്ടിയപ്പോൾ എന്താണ് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതായത് കൂടുതൽ മാസ്സുള്ളവർക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ കാണിക്കുന്ന സമാനതകൾ പുലർത്താനായിട്ട് പറ്റിയില്ല. 60 മൂലകങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ ക്രമീകരിക്കാൻ കഴിയാതെ പോയി. അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 60 മൂലകങ്ങൾ അദ്ദേഹത്തിന് ക്രമീകരിക്കാൻ പറ്റാതെ പോയി. ഇനി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്നൊക്കെ പറയുന്ന വേറൊരു ഗ്രൂപ്പ് കണ്ടുപിടിച്ചു. ആ ഗ്രൂപ്പ് കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് 1ാമത്തെയും 8ാമത്തെയും അല്ല 1ാമത്തെയും 9ാമത്തെയും മൂലകം തമ്മിലാണ് സമാനതകൾ കാണിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ വന്നത്. അപ്പം അതോടുകൂടി എന്താണ് ആ ഒരു ആവർത്തനം നമ്മൾ തള്ളിക്കളഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്ന സയൻറ്റിസ്റ്റാണ് മെൻഡലീവ്. മെൻഡലീവ് എന്ന് പറയുന്നത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. അപ്പം അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക മാസിൻ്റെ അല്ലെങ്കിൽ അറ്റോമിക പിണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവർത്തന നിയമം നമുക്ക് പഠിക്കാനുണ്ട്. മെൻഡലീവിൻ്റെ ആവർത്തന നിയമത്തിൽ പറയുന്നത് അറ്റോമിക ഭാരങ്ങളുടെ അല്ലെങ്കിൽ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ നിശ്ചിത ഇടവേളകളിൽ അവയുടെ രാസപരവും ഭൗതികവുമായുള്ള സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എത്രാമത്തെ 8ാമത്തെ ആയിട്ടാണോ 9ാമത്തെ ആയിട്ടോ ഒന്നും പറഞ്ഞില്ല. നിശ്ചിത ഇടവേളകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ ആവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ പട്ടികപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഇടവേളകളിൽ എന്താണ് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ അവരുടെ സ്വഭാവം ഇങ്ങനെ തൊട്ട് മുന്നേ വരുന്ന ആൾക്കാരായിട്ട് ഇങ്ങനെ ഒരു സാമ്യത കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് മെൻഡലീവിൻ്റെ ആവർത്തന നിയമം. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകതകൾ നോക്കാം. നിരകളിലും കോളങ്ങളുമായി മൂലകങ്ങളെ പട്ടികപ്പെടുത്തി. പീരീഡ് ഗ്രൂപ്പൊന്നും ആയിട്ടില്ല, ഇങ്ങനെ നിരകളായിട്ടും കോളങ്ങളൊക്കെ ആയിട്ട് നിരകളായിട്ടും കോളങ്ങളായിട്ടും മൂലകങ്ങളെ പട്ടികപ്പെടുത്തി. തിരശ്ചീന നിരകളെ പീരീഡുകൾ എന്നും ആവർത്തന പട്ടികയിൽ അത്തരം 6 പീരീഡുകളുണ്ട്. 1 മുതൽ 6 വരെ നമ്പറുകൾ നൽകിയിരുന്നു. 4, 5, 6 എന്നീ പീരീഡുകളിൽ 2 നിരകൾ വീതമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരകളെ തിരശ്ചീനമായിട്ടുള്ള നിരകൾ അദ്ദേഹം എന്ത് പറഞ്ഞു, പീരീഡ് എന്ന് പറഞ്ഞു. മൊത്തം 6 പീരീഡുകൾ പറഞ്ഞു. 1 മുതൽ 6 വരെയുള്ളതിന് 6 പീരീഡ് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ഒരു നിര കൂടി ഉണ്ടെന്ന്. 4ാമത്തെ പീരീഡിന് 2 നിരയാണെന്ന്, ഒരു നിര കൂടി ഉണ്ട്. 5-നുണ്ട് 6-നുണ്ട്. ബാക്കി 1, 2, 3 എന്താണ് ഒറ്റ നിര മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെ കുത്തനെ വരുന്ന കോളങ്ങൾ അദ്ദേഹം എന്ത് പറഞ്ഞു, ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഗ്രൂപ്പുകൾക്ക് 1 മുതൽ 8 വരെ നമ്പർ നൽകിയിരുന്നു. 8 വരെ അതിന് 8 ഗ്രൂപ്പ് വരെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരു നിശ്ചിത ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങളും എന്താണ് സമാനതകൾ എന്താ പറയുക രാസപരമായിട്ടും ഭൗതികപരമായിട്ടും സമാനതകൾ ഉള്ളവയായിരുന്നു. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത. എന്തൊക്കെയാണ്, നിരകളും കോളങ്ങളായിട്ട് മൂലകങ്ങളെ പട്ടികപ്പെടുത്തി. ഇങ്ങനെയുള്ള കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് 8 ഗ്രൂപ്പ് വരെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തിരശ്ചീനമായിട്ടുള്ള നിരകളെ പീരീഡ് എന്ന് പറഞ്ഞു. 6 പീരീഡാണ് ഉണ്ടായിരുന്നത്. അതിൽ 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും പീരീഡിൽ ഒരു നിര കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായ എന്താണ്, ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങൾ സമാന സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയുടെ നേട്ടങ്ങൾ എന്ന് നോക്കാം. എല്ലാ മൂലകങ്ങളെയും അദ്ദേഹത്തിന് പട്ടികപ്പെടുത്താൻ പറ്റി. അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള എല്ലാ മൂലകങ്ങളെയും ഇതുപോലെ പട്ടികപ്പെടുത്താനായിട്ട് പറ്റി. അറ്റോമിക പിണ്ഡത്തിലെ തെറ്റ് തിരുത്തി. ഇപ്പോൾ അറ്റോമിക മാസ് കണക്കാക്കിയതിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം തിരുത്തിയിട്ടാണ് പട്ടികപ്പെടുത്തിയത്. പുതിയ മൂലകങ്ങൾ ചില സ്ഥലത്ത് ആവർത്തന പട്ടികയിൽ എന്താണ് ചില ഗ്യാപ്പുകൾ ഇട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പുകൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞെന്താണ്, ഭാവിയിൽ ഇവിടെയൊക്കെ മൂലകങ്ങളെ കണ്ടുപിടിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു വെച്ചിരുന്നു. അതേപോലെ തന്നെ എന്താണ് പിന്നീട് നമ്മളതിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ
ആവർത്തന പട്ടികയുടെ നേട്ടങ്ങൾ. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയുടെ ന്യൂനതകൾ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഐസോടോപ്പുകളുടെ സ്ഥാനം പറയാൻ പറ്റിയില്ല. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ്. അപ്പോൾ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വർഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറുകളുള്ള ഐസോടോപ്പുകൾ എവിടെ കൊണ്ടുവയ്ക്കണം എന്നൊരു ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്രമവിരുദ്ധ ജോഡികൾ, ഒരേ സമാനതകൾ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും ചിലപ്പോൾ അത് നടന്നില്ല. ചില സ്ഥലങ്ങളിൽ എന്താണ്? അതിൽ വ്യത്യാസങ്ങൾ കാണിച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആർഗൺ പൊട്ടാസ്യത്തിന് മുൻപാണ് വന്നിരിക്കുന്നത്. ആർഗൺ പൊട്ടാസ്യത്തിന് മുമ്പ് വന്നിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി എന്താണ്? അവർക്ക് രണ്ടുപേർക്കും ഒരേ അറ്റോമിക മാസുമാണ്. സമാന സ്വഭാവത്തിനുള്ള വേർതിരിയുകയും സമാനതകളില്ലാത്തതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത്. അതായത് ഒരേ സ്വഭാവം കാണിക്കുന്നവർ വേറെ ഭാഗത്ത് എടുക്കുക, ഒരേ സ്വഭാവം അല്ലാത്തവർ ഒരുമിച്ചിടുക. അപ്പം അങ്ങനത്തെയുള്ള കുറേ ന്യൂനതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയുടെ ന്യൂനതകൾ എന്താണ്, നേട്ടങ്ങൾ എന്താണ്, പ്രത്യേകതകൾ എന്താണെന്ന് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ എന്താണ്? മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയെ കുറിച്ച് എഴുതാനായിട്ടും ചോദിക്കാം. ഇതൊക്കെ പഠിക്കണം. മെൻ്റലീവിൻ്റെ ആവർത്തന നിയമം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം? ആവർത്തന പട്ടികയുടെ പ്രത്യേകതകൾ പഠിക്കണം. അതിൻ്റെ മെറിറ്റ്സ് പഠിക്കണം, ഡീമെറിറ്റ്സ് പഠിക്കണം. ഇതാണ് എന്ത്? ആവർത്തന പട്ടിക, മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടിക. മെൻ്റലീവിനെയാണ് എന്ത് പറയുക? ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയാം. കാരണം അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വർഗീകരണ രീതിയിൽ നിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളൊരു വർഗീകരണ രീതി കൊണ്ടുവരാനായിട്ട് മെൻ്റലീവിന് സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ആധുനിക ആവർത്തന പട്ടിക. ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവരുന്നത് മോസ്ലിയാണ്. മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മോസ്ലി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം ചെയ്തോളൂ, അതോടുകൂടി എന്താണ്? എല്ലാ കാര്യവും ശരിയായി. ഇപ്പം മെൻ്റലീവ് ആവർത്തന വർഗീകരിച്ചത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണെങ്കിൽ ഈ മോസ്ലി എന്ത് ചെയ്തു? അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ അവരെ വർഗീകരിച്ചു. അതോടുകൂടി എല്ലാ കാര്യവും ക്ലിയറായി. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ എന്താണ്? ഉത്തരായി. നമ്മളിപ്പോൾ ഫോളോ ചെയ്യണത് എന്താണ്? മോസ്ലിയുടെ ആവർത്തന പട്ടിക. ഞാൻ നേരത്തെ കാണിച്ചത് എന്താണ്? മോസ്ലിയുടെ ആവർത്തന പട്ടികയാണ്. അതുകൊണ്ട് മോസ്ലിന് എന്ത് പറയും? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. വെറുതെ ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റലീവാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുമ്പോൾ മോസ്ലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആധുനിക ആവർത്തന നിയമം അല്ലെങ്കിൽ മോസ്ലിയുടെ ആവർത്തന നിയമം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതുപോലെ തന്നെയാണ്. അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ എന്താണ്? ഒരു നിശ്ചിത ഇടവേളകളിൽ അവയുടെ രാസപരവും ഭൗതികവുമായിട്ടുള്ള സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. മെൻ്റലീവിൻ്റെ ആവർത്തന നിയമത്തിൽ ഒറ്റ കാര്യം മാറ്റം വരുത്തിയാൽ മതി. എന്താണ്? അറ്റോമിക ഭാരം അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്നുള്ളത് അറ്റോമിക നമ്പർ ആക്കിയാൽ മതി. അപ്പോൾ അത് തന്നെയാണ് ആര് ചെയ്തിട്ടുള്ളൂ? മോസ്ലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് മോസ്ലിയുടെ ആണ്. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. നമ്പർ ഓർത്ത് വയ്ക്കാം. മെൻ്റലീവിൻ്റെ എത്രയായിരുന്നു? 6 പീരീഡും അതിൽ 4, 5, 6 എന്താണ്? 2 നിരകളുണ്ടായിരുന്നു. 8 ഗ്രൂപ്പുകളായിരുന്നു. ഇവിടെ എന്താണ്? 7 പീരീഡും 18 ഗ്രൂപ്പും. ഇനി അപ്പം എങ്ങനെയാണ് 18 എന്നൊക്കെയുള്ള ഗ്രൂപ്പുകൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ എന്താണ് ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവർ ആ ഗ്രൂപ്പ് നമ്പർ വരുന്നത്. അപ്പോൾ അതേപോലെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? എത്ര ഷെല്ലുകളുണ്ട്? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് 3 ഉണ്ടെങ്കിൽ 4ാമത്തെ പീരീഡ്, കെ മാത്രമുള്ള വെച്ചാൽ 1ാമത്തെ പീരീഡ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് വരുന്നത്? പീരീഡ് വരുന്നത്. ഇനി ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ആൾക്കാരാണ് എന്ത്? മറ്റേ മെൻ്റലീവിൻ്റെയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്കൃഷ്ട വാതകങ്ങൾ. ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ആറ്റത്തിനെയാണ് എന്ത് പറയുക? ആറ്റങ്ങളാണ് ഉത്കൃഷ്ട വാതകങ്ങൾ. അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കുകയാണ്? മോസ്റ്റ്ലി 18ാമത്തെ ഗ്രൂപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ്.
18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ വരുന്നത്. ഇവർക്ക് അഷ്ടകം പൂർത്തിയായതുകൊണ്ട് തന്നെ ഇവർ വേറെ രാസപ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടില്ല. അവരവിടെ നിഷ്ക്രിയമായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം അതിൻ്റെ സവിശേഷതകൾ നോക്കാം. ഹീലിയം ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പായുധമശലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. ഹീലിയത്തിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീലിയത്തിന് ഒറ്റ ഷെല്ലുള്ളൂ, അത് കേശല്ലാണ്. കേശലിൽ മാക്സിമം 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക. അതുകൊണ്ട് തന്നെ വേറെ രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എന്താണ്, കേശലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനോ വാങ്ങാനോ ഒന്നുമില്ല. അപ്പം ഹീലിയത്തിൽ 2 ബാക്കിയുള്ളതിലൊക്കെ 8. ഇവയുടെ സംയോജക ക്ഷമത അഥവാ വാലൻസി 0 ആണ്. എത്ര എണ്ണം കൊടുക്കലും വാങ്ങലൊന്നുമില്ല, 8 കംപ്ലീറ്റ് ആണ്. അപ്പം എന്താണ്, അവർക്ക് വാലൻസി ഇല്ല, വാലൻസി 0 ആണ്. പ്രതിപ്രവർത്തനം ഇല്ലാത്തതിനാൽ ഇവ മിക്കവാറും എന്താണ്, നിഷ്ക്രിയമാണ്. ഈ പറഞ്ഞ പോലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല, അവർ നിഷ്ക്രിയമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും എന്താണ്, വാതകങ്ങളാണ്. എല്ലാവരും വാതകങ്ങളാണ്. ഇതാണ് ഉത്കൃഷ്ടവാതകത്തിൻ്റെ പ്രത്യേകതകൾ. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. 18ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 8 ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേബിളാണ്. ഹീലിയം സ്റ്റേബിളാണ്. ഹീലിയത്തിന് 2 പക്ഷെ അത് എവിടെയാണ്? കാഷെല്ലിലാണ്. കാഷെല്ലിന് മാക്സിമം 2. ഇതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങളുടെ പ്രത്യേകതകൾ. ഇനി വരുന്ന ഒരു ഗ്രൂപ്പാണ് സംക്രമണ മൂലകങ്ങൾ. നമ്മുടെ ആവർത്തന പട്ടികയിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് എന്ത് പറയുക? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയാം. ഇവരുടെ 2 പായുധമ ഷെല്ലുകൾ അപൂർണമാണ്. പായുധമ ഷെല്ലുകൾ ഏറ്റവും പുറത്തുള്ള 2 പായുധമ ഷെല്ലിൽ ഇലക്ട്രോണുകൾസ് ഒന്നും കാണില്ല. അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ഇവരെന്ന് പറയുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാട്ടോ. ഇവയെല്ലാം ലോഹങ്ങളാണ്. എല്ലാവരും തന്നെ എന്താണ്? ലോഹങ്ങളാണ്. എല്ലാത്തിനും ഉയർന്ന ഉരുകൽ നിലയും തിളനിലയും ഉണ്ട്. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അവർക്ക് കൂടുതലായിരിക്കും. കാരണം ഒരുപാട് താപം വേണം അവരെ തിളപ്പിക്കാനാണെങ്കിലും അതുപോലെ ഉരുക്കാനാണെങ്കിലും. നല്ല വൈദ്യുത ചാലകങ്ങളാണ്. ഇവരെന്താണ്? വൈദ്യുതിയും താപമൊക്കെ നന്നായിട്ട് കടത്തിവിടും. അവയിൽ ചില മൂലകങ്ങൾക്ക് കാന്തിക സ്വഭാവവുമുണ്ട്. മിക്കവയും രാസത്വരകങ്ങളായി പ്രവർത്തിക്കപ്പെടുന്നു. അതായത് ഇവരെന്താണ്? എല്ലാ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളിലും ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കും. സംയോജകത അസ്ഥിരമാണ്. ഇപ്പോൾ അയൺ ഒരു സംക്രമണ മൂലകമാണ്. അതിന് സംയോജകത 2 ഉണ്ട്, +2 ഉണ്ട്, +3 ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സോഡിയത്തിൻ്റെ സംയോജകത നമുക്ക് കൃത്യമായിട്ട് പറയാം എന്താണ്? +1 എന്ന് പറയാം. കാരണം അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണുള്ളൂ. ആ ഇലക്ട്രോണെ കൊടുത്തുകൊണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷെ ഇവരെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് അവർ 2 ഇലക്ട്രോണെ കൊടുക്കും, ചില സ്ഥലത്ത് അവർ 3 ഇലക്ട്രോണെ കൊടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ സംയോജകത എന്ന് പറയുന്നത് സ്ഥിരമല്ല. ആവർത്തന പട്ടികയുടെ ഇടതുഭാഗത്തെ ലോഹങ്ങളും വലതുഭാഗത്തെ അലോഹങ്ങളും ക്രമപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? നമ്മൾ നേരത്തെ കണ്ട പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്ത് ലോഹങ്ങളും വലത്ത് അലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ എവിടെയാണ്? നടുക്കാണ്. അവർ ഭൂരിഭാഗം എന്ത് തന്നെയാണ്? ലോഹങ്ങളാണ്. 13 മുതൽ 18 വരെയാണ് അലോഹങ്ങൾ വരുന്നത്. ഇതൊക്കെയാണ് എന്ത്? സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ഇത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് വ്യക്തമാക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ളത് പറയാനായിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടേമാണ് അറ്റോമിക ആരം. അറ്റോമിക ആരം എന്ന് പറയുമ്പോൾ ആരം എന്തിനുള്ളതാണ്? വൃത്തത്തിനുള്ളതാണ്. ആറ്റം എന്താണ്? വൃത്തം ഷേപ്പാണ് അല്ലേ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലേക്കുള്ള ദൂരം, ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും അല്ലെങ്കിൽ ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക? ആറ്റോമിക ആരം എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആവർത്തന പട്ടികയിൽ ആറ്റങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഗ്രൂപ്പുകളിൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടും. നമ്മൾ ആറ്റത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടും. കാരണം എന്താണ്? അറ്റോമിക ആരം കൂടുന്നുണ്ട്. അറ്റോമിക ആരം എങ്ങനെയാണ് കൂടുന്നത്? ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട്. ഇനി
ഈ ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ, ഞാനീ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പീരിയോഡിക് ടേബിൾ ക്ലിയർ ആയിട്ട് എടുത്തു വെച്ചിട്ട് വേണം നിങ്ങൾ ഞാൻ പറയണ കേൾക്കാനായിട്ട്. അപ്പോൾ പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ ആരം കുറയാണ് ചെയ്യുക. ആറ്റത്തിൻ്റെ ആരം കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പീരീഡിൽ ഇപ്പം മൂന്നാമത്തെ പീരീഡിൽ 3 ഷെല്ലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം സെയിം വലിപ്പമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ്, അറ്റോമിക നമ്പർ കൂടുന്നുണ്ട്. അറ്റോമിക നമ്പർ കൂടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പ്രോട്ടോണുകളുടെ എണ്ണം അവിടെ കൂടുന്നുണ്ട്. പ്രോട്ടോൺ എവിടെയാണുള്ളത്, ന്യൂക്ലിയസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ആ ഷെല്ലുകൾ മുഴുവൻ ഇങ്ങനെ പിടിച്ച് വലിച്ചു വയ്ക്കും. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്തോറും എന്താണ്, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസിൻ്റെ ആ പിടുത്തം കൂടുമ്പോൾ ഇങ്ങനെ ആറ്റമൊക്കെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ആരം കുറയും, വലിപ്പം കുറയും. പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയും. കാരണം എന്താണ്, പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, ആറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്. ഗ്രൂപ്പിലാണെങ്കിലോ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട്, ആറ്റോമിക് ആരം കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഇതിങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് തെറ്റും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ 2 കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. ഒന്ന്, ലോഹീയ സ്വഭാവം. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഇലക്ട്രോണുകളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലോഹങ്ങൾ എപ്പോഴും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ്. അലോഹങ്ങൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹീയ സ്വഭാവം കൂടാണ് ചെയ്യുക. കാരണം അവർക്ക് ഇലക്ട്രോണുകളെ കൊടുക്കാനുള്ള ഒരു ത്വരയാണ് കൂടുന്നത്. അതേസമയം പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹീയ സ്വഭാവം കുറയും. കാരണം ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, രണ്ടാമത്തേന് 2 ഇലക്ട്രോൺ. ഇനി 13 ആകുമ്പോൾ എന്താണ്, 13-ൽ 3 ഇലക്ട്രോൺ, 14-ൽ 4 ഇലക്ട്രോൺ, 15-ൽ 5 ഇലക്ട്രോൺ ഒക്കെയാണ്. അപ്പം 3 ഇലക്ട്രോണുകൾ വരെ അവരെന്ത് ചെയ്യും, വിട്ടുകൊടുത്തോണ്ടിരിക്കും. 4 ആവുമ്പോൾ ഷെയർ ചെയ്യും. കാരണം ഒരാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണോ എളുപ്പം അതാണ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 5-ലാവുമ്പോഴോ, 5-ലെപ്പോഴും 5 ഇലക്ട്രോണുകളെ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അവർക്ക് 3 ഇലക്ട്രോണുകളെ വാങ്ങിയിട്ട് 8 വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, പതുക്കെ വാങ്ങി തുടങ്ങും. അപ്പോൾ അവരെന്താണ്, വാങ്ങുക എന്ന് പറയുന്നത് അലോഹങ്ങളുടെ സ്വഭാവമാണ്. അപ്പോൾ പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറയും. ഗ്രൂപ്പിലാണെങ്കിലോ ലോഹ സ്വഭാവം കൂടും, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടും, പീരീഡിൽ കുറയും. അപ്പോൾ അലോഹ സ്വഭാവം എന്താണ്, ഇതിന് ഓപ്പോസിറ്റ്. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും അലോഹ സ്വഭാവം കുറയും, പീരീഡിലാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കൂടും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ, പിന്നെ ആറ്റോമിക് സംഖ്യ ആണെങ്കിലും ആറ്റോമിക് സംഖ്യ നോക്കണ്ട, ഈ 3 കാര്യങ്ങൾ, ആറ്റത്തിൻ്റെ വലിപ്പം, ലോഹീയ സ്വഭാവം, അലോഹീയ സ്വഭാവം, ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളിലും പീരീഡുകളിലും വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം ചിലപ്പോൾ നമുക്കൊരു ഡെമോ പീരിയോഡിക് ടേബിളൊക്കെ തന്നിട്ട് ഇങ്ങനെ മൂലകങ്ങളൊക്കെ അവിടെ ഇവിടേക്ക് എന്തിനു ചോദിക്കും, ഇതിന് ലോഹീയ സ്വഭാവം കൂടുതലുള്ളത് ഏതിനാണ്, അല്ലെങ്കിൽ എന്താണ് വലിപ്പം കൂടുതലുള്ളത് ഏതിനായിരിക്കാം എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം അങ്ങനെ ആൻസർ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഷെല്ലുകളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. KLMN ഷെല്ലുകളാണ്, ഓരോന്നിലും എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, കൺഫ്യൂഷൻ ആവും. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.